രക്ഷയുടെ സന്തോഷമാണ്. ഇതൊരു വിമോചനത്തിൻ്റെ സന്തോഷമാണ്. നാം ഒരു തീവ്രവാദ ഗ്രൂപ്പിൽ അകപ്പെട്ടു പോയ ഒരു സംഘം ആൾക്കാരെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നത് വരെ ഒരു രാഷ്ട്രവും അതിനോടനുബന്ധമായ സമൂഹവും അവരുടെ കയ്യിൽ അകപ്പെട്ട ജനവും അനുഭവിക്കുന്ന സംഘർഷം അസാധ്യതകളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ ഒരിക്കലും മടങ്ങി വരാൻ കഴിയാതെ വണ്ണം തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയ, പാപത്തിന് അടിമപ്പെട്ടു പോയ, തിരിച്ചു വരാൻ ഒരു സാധ്യതയുമില്ലാതിരുന്ന ഒരു വിഭാഗം ജനത്തെ വീണ്ടെടുക്കുവാൻ സ്വർഗം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. അതുവരെ ദൂരത്തായിരുന്ന ദൈവ സാന്നിധ്യം അന്നു മുതൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് വിളിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവകുമാരൻ പിറക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തിയത് കൊട്ടാരങ്ങളോ മണിമേടകളോ ആയിരുന്നില്ല. ദരിദ്രരായ മറിയയിൽ മരപ്പണിക്കാരനായ യോസേഫിനെയും ചേർത്തുകൊണ്ട് തൻ്റെ തിരുപിറവിക്കായി ദൈവം ഇടമൊരുക്കുകയാണ്. നാം വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായൊരു കാര്യമായിരുന്നില്ല അത്. ഏകദേശം 80 മുതൽ 93 കിലോമീറ്റർ നസ്രയത്ത് നിന്ന് ബത്ലഹേമിലേക്കുള്ള നടന്നുള്ള യാത്ര. എങ്ങനെ? ഏകദേശം 80 മുതൽ 93 വരെയുള്ള നസ്രയത്ത് ടു ബത്ലഹേമിലേക്കുള്ള യാത്ര. നമുക്ക് നസ്രയത്തിൽ നിന്ന് അവർ ബത്ലഹേമിലേക്ക് പോയി എന്ന് കരുതുമ്പോൾ ചായത്ത് നിന്ന് വിതിരെ പോയി എന്ന പ്രതീതിയായിരുന്നു ഇന്ന് വരെ ഉണ്ടായിരുന്നത്. ഞാനത് നോക്കുമ്പോൾ റോഡ് മാർഗം ഏകദേശം 130 മുതൽ 150 കിലോമീറ്ററാണ് അന്നത്തെ റോഡ് മാർഗം അവർക്ക് സഞ്ചരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവർക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നു. കുന്നുകളിൽ കയറി ഗ്രാമങ്ങളിലൂടെ നമ്മളൊരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. ആ ഷോർട്ട് കട്ട് എന്നത് മലകൾ കയറി ഇറങ്ങുന്ന ഒരു ഷോർട്ട് കട്ടായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് പൊന്മുടി ഹില്ല് കയറി അപ്പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രതീതി. അങ്ങനെ ഒന്നിലധികം ഹില്ലുകൾ കയറിയിട്ടാണ് അവർ ഈ ബത്ലഹേം എന്ന പട്ടണത്തിലേക്ക് എത്തുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ സാധ്യത മുൻനിർത്തി അതിനു വേണ്ടിയിട്ടാണ് ഇവർ ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഒരു സാധാരണ വ്യക്തിക്ക് ഈ 80-85 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ അതിശയപ്പെടാനൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം, മറിയ എന്ന ഈ പെൺകുട്ടി പൂർണ്ണ ഗർഭിണിയാണ്. നിറവയറോടുകൂടെയാണ് അവൾ ഈ കുന്നും മലയും കയറി യാത്ര ചെയ്യുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ എന്തുമാത്രം പ്രതിസന്ധിയാണ്. നാം ആണെങ്കിൽ ഇന്ന് ഏറ്റവും സൗകര്യമുള്ള കാറിലൊക്കെ ആയിരിക്കും ഗർഭിണികളെ കൊണ്ടുപോകുന്നത് അല്ലേ? ഓരോ കട്ടറൊക്കെ എത്തുമ്പോൾ പയ്യെ നിർത്തി വീട്ടിൽ നടത്തത്തില്ല അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും അടുത്ത് കൊണ്ട് കൊടുക്കും. ഈ ഒരു പീക്ക് സ്റ്റേജിൽ ഡെലിവറി അടുത്തിരിക്കുന്നൊരു സമയത്ത് ഈ സ്ത്രീ ഇത്രയും ദൂരം നടന്ന സഹനത്തിൻ്റെ കണ്ണുനീർ വഴികളിലൂടെ ബത്ലഹേമിലേക്ക് എത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നതോ, അവർക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കുവാൻ ഒരിടവും കിട്ടുന്നില്ല. ഒടുവിൽ കിട്ടിയതോ, നാം വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ ഈ റോഡിൽ കാണുന്നത് പോലെ മനോഹരമായ ഒരു പുൽത്തൊട്ടിയല്ല. നമ്മൾ പണിയുന്ന പുൽക്കൂട്ടുകളിലെല്ലാം നമ്മൾ മരപ്പൊടിയും മറ്റ് മനോഹരമായ വസ്തുക്കളൊക്കെ ഇട്ട് ഭംഗിയാക്കാം. ശരിക്കും ഒരു കാര്യത്തൊഴുത്തിലേക്ക് കടന്നു ചെന്ന് നോക്കണം. നമ്മുടെ കാര്യത്തൊഴുത്ത് പോലെയൊന്നുമല്ല അന്നത്തെ കാര്യത്തൊഴുത്ത്. ഇടിഞ്ഞു പൊളിഞ്ഞ് പുഴുക്കളും കൊതുകും, ഏറ്റവും ജീർണമായൊരനുഭവം. ഇതിന് അപ്പുറത്ത് അനുസരണ കെട്ട ഒരുപാട് കാലിക്കുട്ടികൾ ആ തൊഴുത്തിലുണ്ടായിരിക്കും. അങ്ങനെ തീരെ അസ്വസ്ഥതയില്ലാത്ത, തീരെ സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലിത്തൊഴുത്തായിരുന്നു ദൈവകുമാരന് ജനിക്കുവാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ഒരുക്കപ്പെട്ടത്. ഞാനിങ്ങനെ പറയും, നിങ്ങൾ എങ്ങനെ താഴ്മ ധരിക്കണമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവോളം താഴ്മ ധരിക്കണം. ഈ സകല പ്രപഞ്ചത്തെയും നാം കാണുന്നതും കാണാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിനെ ഒരു മോശമായ, ഏറ്റവും മോശപ്പെട്ട ഒരു പുൽക്കൂട്ടിലേക്ക് വന്ന് പിറക്കാമെങ്കിൽ നാമൊക്കെ എത്രമാത്രം താഴണമെന്ന് ഒന്ന് സ്വയം ചിന്തിച്ച് നോക്ക്. ചില ഇടങ്ങളിൽ പോയാൽ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ നമുക്ക് മടിയാണ് അല്ലേ? ചില ആൾക്കാരോടൊന്ന് ചേർന്നിരിക്കാൻ നമുക്ക് അറപ്പാണ്. ചില ഭക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് വെറുപ്പാണ്. നമ്മളതിനെ അവജ്ഞയോടെ കാണും. അങ്ങനെ ചിലതിനെയൊക്കെ അറപ്പോടെയും വെറുപ്പോടെയും കാണുമ്പോൾ ലോകം അറപ്പെന്നും വെറുപ്പെന്നും പറയുന്നതിനെ ചേർത്തുകൊണ്ടായിരുന്നു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകരക്ഷകനായ കർത്താവ് ഭൂമിയിൽ മനുഷ്യ അവതാരം ചെയ്യുമ്പോൾ രക്ഷകനെ സ്വീകരിക്കാൻ ആ കാലഘട്ടത്തിൽ 5 തരത്തിൽപ്പെട്ട മനുഷ്യർക്കാണ്, 5 തരത്തിൽപ്പെട്ടവർക്കാണ്, മനുഷ്യർക്കല്ല
5 തരത്തിൽപ്പെട്ടവർക്കാണ് ഈ രക്ഷകനെ സ്വീകരിക്കാൻ അവസരമുണ്ടായത്. എത്ര തരത്തിൽപ്പെട്ടവർക്കാണ്? ലോകരക്ഷകനായ കർത്താവ് ഭൂമിയിൽ മനുഷ്യ അവതാരം ചെയ്യുമ്പോൾ 5 തരത്തിൽപ്പെട്ടവർക്ക്, അത് മനുഷ്യരാകാം, മൃഗങ്ങളാകാം, പ്രകൃതിയാകാം, 5 തരത്തിൽപ്പെട്ടവർക്ക് ഈ രക്ഷകനെ സ്വീകരിക്കാൻ അവസരമുണ്ടായി. ഈ 5 തരത്തിൽപ്പെട്ടവരും ഇന്ന് നമ്മുടെ മധ്യേയുമുണ്ട്, ഈ സമൂഹത്തിലുമുണ്ട്, എല്ലാ സഭകളിലും ഈ 5 തരത്തിൽപ്പെട്ടവരും ഉണ്ട് എന്നതാണ് ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു സത്യം എന്നത്. ഒന്നാമത്, ഈ കർത്താവ് യോസേഫ് തൻ്റെ പ്രിയതമയായ മറിയയും കൊണ്ട് ബേത്ലഹേമിലെത്തുമ്പോൾ മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയമെടുത്തു. അവൾക്ക് വേദന വന്നു. വേദന വരുമ്പോൾ ഏതെങ്കിലും ഒരു സത്രമാണല്ലോ സ്വാഭാവികമായി തിരയുക. ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആശുപത്രി അന്വേഷിക്കും. അന്ന് സത്രങ്ങൾ, വഴിയമ്പലങ്ങൾ. അപ്പോൾ പല വഴിയമ്പലങ്ങളുടെയും വാതിൽ ഈ പാവപ്പെട്ടവനായ യോസേഫ് മുട്ടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 93 കിലോമീറ്റർ നടന്നതിൻ്റെ ക്ഷീണം യോസേഫിൻ്റെയും മറിയയുടെയും മുഖത്തുണ്ട്. വിയർത്തൊലിച്ച ശരീരം, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, വിയർപ്പിൻ്റെ രൂക്ഷഗന്ധം ഒരുപക്ഷെ ഉയരുന്നുണ്ടാകാം. ചുമലിൽ തൂക്കിയ അത്ര ഭംഗിയില്ലാത്ത ഒരു തുണിക്കെട്ട്. ആകെ മൊത്തത്തിൽ ഒരു ദരിദ്രൻ്റെ പരിവേഷം മാത്രമാണ് ഈ യോസേഫിനും മറിയയ്ക്കുമുള്ളത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആർക്കും മനസ്സിലാകും ഇവർ കയ്യിലൊന്നുമില്ലാത്ത തികഞ്ഞ ദരിദ്രരാണ്. ഒരുപക്ഷെ ഈ സത്രത്തിൻ്റെ വാതിലുകൾ മുട്ടുമ്പോൾ സത്രമുടമകൾ തുറന്നു കൊടുക്കാത്തതിൻ്റെ പ്രഥമമായൊരു ഉദ്ദേശം എന്നത്, ഇവർക്ക് തുറന്നു കൊടുത്താൽ ഇവർക്ക് നൽകുവാൻ ഇവർക്കൊന്നുമില്ല. തങ്ങളുടെ സേവനങ്ങൾ ഇവർക്ക് സൗജന്യമായി നൽകേണ്ടി വരും. ഇത്ര മോശപ്പെട്ടവരെ ഈ സത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ഇനി നല്ല ആൾക്കാർ ഈ സത്രത്തിൽ വരുന്നതിന് എന്തുണ്ടാകും? തടസ്സമുണ്ടാകും. അപ്പം അങ്ങനെ പല സ്റ്റാറ്റസ് സംബന്ധമായ കാര്യങ്ങളെയും വച്ചുകൊണ്ട് ഈ സത്രമുടമകൾ ലോകരക്ഷകനെ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് തങ്ങളുടെ വാതിലുകളെ അടയ്ക്കുകയാണ്. ഒരുപക്ഷെ അവർ കണ്ടത് ദരിദ്രനായ യോസേഫിനെയും ദരിദ്രയായ മറിയയുമാണ്. എന്നാൽ മറിയയുടെ ഉദരത്തിൽ കിടക്കുന്ന രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്താൻ സത്രത്തിൻ്റെ ഉടമകൾക്ക് കഴിഞ്ഞില്ല എന്നതൊരു സത്യമാണ്. പ്രിയമുള്ളവരെ, രക്ഷകൻ, ഒരു ലോകരക്ഷകൻ ഭൂമിയിൽ കടന്നു വരും, സകലരെയും രക്ഷിക്കുമെന്ന് സകല ലോകരും കാത്തിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. എങ്ങനെ? ലോകത്തെ രക്ഷിപ്പാൻ മിശിഹ വരുമെന്ന് സകലരും കാത്തിരുന്നൊരു കാലഘട്ടമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, കൊട്ടാരങ്ങൾ അവന് വേണ്ടി ഒരുക്കിയിരുന്നു, കന്യകമാർ അവന് വേണ്ടി വ്രതം നോറ്റിരുന്നു, പലയിടങ്ങളും അവന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുമ്പോൾ തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന രക്ഷകനെ, ഒരുപക്ഷെ മിശിഹായാണ് ഈ മറിയയുടെ ഉദരത്തിലുള്ളതെന്ന് തിരിച്ചറിയുവാൻ സത്രമുടമകൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരാരും അറിയാതെ അവരെ അകത്ത് പ്രവേശിപ്പിച്ച് പാർപ്പിക്കുകയും അവരിന്ന് കിട്ടേണ്ടതൊക്കെ പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ മറിയയുടെ ഉദരത്തിലിരിക്കുന്ന രക്ഷകനാകുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ സത്രമുടമകൾക്ക് കഴിഞ്ഞില്ല എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അവർ കർത്താവിൻ്റെ അടുത്തേക്കല്ല പോയത്, കർത്താവ് സത്രം ഉടമകളുടെ അരികിലേക്കാണ് പോയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പലതാണ്, രക്ഷയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പലതാണ്, ശുശ്രൂഷയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പലതാണ്. കോട്ടിട്ടവനെന്ന സങ്കല്പം, കോട്ടിടാത്തവനെന്ന സങ്കല്പം. ശുദ്ധഭാഷയെ പറഞ്ഞാൽ കോട്ടിട്ടവനെ ചിലർ കള്ളനെന്ന് പറയും, കോട്ടിടാത്തവനെ പറയും കോട്ടിടാത്തവനെന്ന് പറയും. ഇനി അതല്ലെങ്കിൽ അധികമായി ശുശ്രൂഷ ചെയ്യുന്നവനെ പറയും അവൻ പിടിച്ചുപറിക്കാരനെന്ന് പറയും. ഇനി മറ്റൊരു രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളായിക്കോട്ടെ. നമുക്കെല്ലാത്തിനും ഓരോ ന്യായങ്ങളുണ്ട്. ശുശ്രൂഷയെ കണ്ടെത്താൻ ഒരു വ്യക്തിക്കും അപ്പുറത്ത് വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ശുശ്രൂഷയെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആത്മീയ അപജയമെന്നത് മറന്നു കളയരുത്. നമ്മൾ പറയും, ഇതല്ല, അടുത്തതിനെ ഞാൻ അംഗീകരിക്കും, കുറച്ചുകൂടെ ഉയർന്നതിനെ ഞാൻ അംഗീകരിക്കും. സത്യം പറയാം, നിങ്ങൾ ഉപദേശി മുതൽ ബിഷപ്പ് വരെ, ഇനി പോട്ട് മാർപ്പാപ്പ വരെ ആരെയും നിങ്ങൾ അംഗീകരിക്കുകയുമില്ല, ചെവി കൊടുക്കുകയുമില്ല. അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട്
കാരണങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. സത്രമുടമകൾക്കും യേശുവിനെ, മറിയത്തെ അകത്ത് പ്രവേശിക്കാതിരിക്കാൻ, അവർക്ക് ഇടം കൊടുക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ അല്ല നോക്കേണ്ടത്, അവൻ്റെ ഉള്ളിൽ യേശുവുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, യോസേഫിലും മറിയയിലും ദൈവസങ്കല്പത്തെ, ദൈവ ചൈതന്യത്തെ കണ്ടെത്തുവാൻ സത്രമുടമകൾക്ക് കഴിഞ്ഞില്ല. അവരാ കാര്യത്തിലൊരു പരാജയമായിരുന്നു. നമുക്ക് ചുറ്റിലും നമുക്ക് ലഭ്യമാകുന്ന ശുശ്രൂഷകളിൽ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഓരോ ഞായറാഴ്ചകളിലും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി ആരെന്നല്ല, ഓരോ ശുശ്രൂഷകളിലും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി ആരെന്നതല്ല, ഓരോ കവലകളിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ പ്രസംഗിക്കുന്നവൻ ആരെന്നല്ല, അവൻ ആരെ പറയുന്നു, പറയപ്പെടുന്നവൻ ആരെന്ന് തിരിച്ചറിയുവാനും വ്യക്തിക്കും അപ്പുറത്ത് പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തെ സ്വീകരിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് സ്വയം വിചിന്തനം ചെയ്യുക. ഇത് ഒന്നാമത്തെ ചിന്തയാണ്. രണ്ടാമത്തെ ചിന്ത എന്നത്, ഇവിടെ ഈ സത്രമുടമകൾ ഇവരെ തിരസ്കരിക്കാനുള്ള കാരണം ഇവർ ദരിദ്രരെന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിലും ദരിദ്രരും ബലഹീനരും നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നാം അവർക്ക് നേരെ മുഖം തിരിക്കാറുണ്ട്. ഈ ഹൈവേയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ചില മനുഷ്യർ ഒരു കുപ്പി വെള്ളവും ഒരു ചെറിയ വൈപ്പുമായിട്ട് കടന്നു വരും. ഇച്ചിരി വെള്ളമൊക്കെ തഴിച്ചിട്ട് അവർ വൈപ്പ് കൊണ്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യും. രണ്ട് കൈകളും കൂപ്പിയിട്ട് തിന്നാൻ വേണ്ടിയാണ് എന്ന് തൊഴും. പ്രിയമുള്ളവരെ, സമ്പാദിക്കാൻ വേണ്ടിയല്ല കേട്ടോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നാം വളരെ അവജ്ഞയോടെ അവരെ തിരസ്കരിച്ച് പറഞ്ഞു പോകും, അല്ലേ? നാം ഗ്ലാസ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പവർ വിൻഡോയുടെ ഗ്ലാസ് അങ്ങ് പൊങ്ങിയിട്ട് നമ്മൾ പതുക്കെ വണ്ടിയെടുത്ത് തിരിച്ചു പോകും. ചിലരെങ്കിലുമൊക്കെ ശകാരിക്കുന്നത് കാണാൻ കഴിയും. മുൻപിൽ വിശക്കുന്നവൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, നീതി നിഷേധിക്കപ്പെട്ട ഒരുത്തൻ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവൻ്റെ നിഷേധിക്കപ്പെട്ട നീതിയുടെ മുൻപിൽ നമ്മുടെ നാവുകൾ മൗനമായി നാം തലകൾ കുനിച്ച് മിണ്ടാതെ ഇരിക്കുന്നവരാണെങ്കിൽ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു, നീതി നിഷേധിക്കപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ ഈ സത്രമുടമകളും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പ്രിയമുള്ളവർ, വചനം പറയുന്നു, എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കാകുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ മുൻപിൽ എങ്ങനെയൊക്കെ വരുന്നു, ഏതൊക്കെ രൂപത്തിൽ വരുന്നു, ഏതൊക്കെ ഭാവത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. മുൻപിൽ നിൽക്കുന്നവൻ്റെ ഉള്ളിലെ ചൈതന്യത്തെ ആത്മാവിനാൽ തിരിച്ചറിയുവാനും അവൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടേണ്ട ആവശ്യമാണെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ അത് നിറവേറ്റി കൊടുക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ മുൻപിൽ ഒരാവശ്യവുമായി കൈനീട്ടി നിൽക്കുമ്പോൾ നമുക്ക് നിറവേറ്റി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നിറവേറ്റി കൊടുക്കുക, അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക. ഈ മാർട്ടിനെ കുറിച്ചിട്ടൊരു സംഭവം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. മാർട്ടിൻ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ വീതിയിലൂടെ നടക്കുകയാണ്. ആ വീതിയിലൂടെ നടന്നു പോകുമ്പോൾ ശരീരത്തിൽ അല്പം പോലും വസ്ത്രമില്ലാത്ത, വളരെ കുറച്ച് മാത്രം വസ്ത്രങ്ങളുള്ളൊരു മനുഷ്യൻ ആ തണുപ്പത്ത് കോച്ചി വിറച്ച് വളരെ പ്രയാസത്തോടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ, മഞ്ഞ് വീഴ്ചയുള്ള രാജ്യങ്ങളിൽ ശരിയായി വസ്ത്രം ധരിച്ചില്ല എങ്കിൽ ശരീരം മരവിച്ചാണ് മരിച്ചു പോകും, പുറത്തിരിക്കുക സാധ്യമാണ്. അപ്പോൾ ഈ കൊടും തണുപ്പിലൊരു മനുഷ്യൻ തീരെ പുതയ്ക്കുവാൻ വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഇരിക്കുകയാണ്, ദരിദ്രനാണ്. മാർട്ടിൻ തൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് നോക്കി, ഒന്നുമില്ല, കൊടുക്കാൻ തൻ്റെ കയ്യിലൊന്നുമില്ല. ആകെ അവൻ പുതച്ചിരുന്ന പുതപ്പ് മാത്രമാണ് അവൻ്റെ സമ്പാദ്യം. അവനൊന്നും നോക്കിയില്ല. താൻ പുതച്ചിരുന്ന പുതപ്പെടുത്ത് അതിനെ രണ്ടായിട്ട് കീറി അതിൻ്റെ ഒരംശമെടുത്ത് ഈ തണുത്തു മരച്ചിരിക്കുന്ന മനുഷ്യനെ പുതപ്പിച്ചു. അന്ന് രാത്രി അവൻ ഉറക്കാൻ കിടക്കുമ്പോൾ അവൻ്റെ ദർശനം കാണാനിടയായി. അതിങ്ങനെയായിരുന്നു, സ്വർഗത്തിൽ വിശുദ്ധന്മാരും മാലാഖമാരും നിൽക്കുന്ന ഇടത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു ഒരു പകുതി പുതപ്പ് അവൻ ആ മനുഷ്യന് കീറിക്കൊടുത്ത പുതപ്പും ധരിച്ചുകൊണ്ട് വരികയാണ്. ഒരു കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ കുഞ്ഞിൻ്റെ സന്തോഷത്തോടു കൂടെയാണ് കർത്താവിൻ്റെ വരവ്. മാലാഖമാർ കർത്താവിനോട് ചോദിച്ചു, എവിടെ നിന്ന് കിട്ടി ഈ കീറിയ പുതപ്പ്? അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതെൻ്റെ സ്നേഹിതൻ മാർട്ടിൻ എനിക്ക് സമ്മാനിച്ചതാണ്. ഇതെൻ്റെ സ്നേഹിതൻ മാർട്ടിൻ എനിക്ക് സമ്മാനിച്ചതാണ്.
ഞാൻ പറഞ്ഞ വചനം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഏറ്റവും ചെറിയവല്ലൊരുത്തന് നിങ്ങൾ ചെയ്യുന്നിടത്തോളം എല്ലാം എനിക്കാകുന്നു. ദരിദ്രർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് കൊടുത്തതുപോലെ തന്നെയാണ്. ആമേൻ. പള്ളിമേടകൾ പണിതിട്ടോ, ഇന്ന് സെക്രട്ടറി പറഞ്ഞതുപോലെ പുറത്ത് വെളിച്ചം തെളിച്ചതുകൊണ്ടോ ഒരർത്ഥവുമില്ല. അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ ജീവിതത്തിൽ, അകത്ത് വെളിച്ചമില്ലെങ്കിൽ ജീവിതത്തിൽ കാൽ തെറ്റി വീണ്ടു പോകും. മനോഹരമായ വീടുകൾ പണിത് വീട്ടിന് ചുറ്റും ഒരുപാട് ലൈറ്റുകളുടെ പലരും ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ കാൽ തെറ്റി വീഴുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പറഞ്ഞു തരുന്നത് എന്താ? നിന്റെ പുറത്തെ പ്രകാശമല്ല, നിന്റെ അകത്തെ പ്രകാശമാണ് നിന്നെ മുൻപിലേക്ക് നയിക്കുന്നത്. എന്താ? നിന്റെ പുറത്തെ പ്രകാശമല്ല, നിന്റെ അകത്തെ പ്രകാശമാണ് നിന്നെ മുന്നിലേക്ക് നയിക്കുന്നത്. എന്തൊക്കെ ഉണ്ടായിട്ടും അകത്ത് പ്രകാശമില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് എന്തർത്ഥം? രണ്ടാമത്തെ ചിന്ത എന്നത്, ഒന്നാമത്തെ ചിന്ത ഇതാണ്: എൻ്റെ ഏറ്റവും ചെറിയവല്ലൊരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കാകുന്നു. യേശുവിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ദരിദ്രർക്ക് വേണ്ടി ചെയ്യണം. യേശുവിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണം. യേശുവിന് വേണ്ടി ശബ്ദമുയർത്തണമെന്നുണ്ടെങ്കിൽ അത് നീതി നിഷേധിച്ചവന് വേണ്ടി ഉയർത്തുന്ന ശബ്ദമായിരിക്കണം. യേശുവിന് വേണ്ടി സംസാരിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അന്യത തടവറയിൽ അടയ്ക്കപ്പെട്ടവന് വേണ്ടിയുള്ള നിങ്ങളുടെ ശബ്ദമായി മാറണം. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ളൊരു തീരുമാനം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. ഇത് വെറുമൊരു പ്രസംഗമായിട്ട്, അതുകൊണ്ടാണ് എന്നത്തെയും ആഡംബരങ്ങളും ചവിട്ട് നാടകങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വളരെ സ്ലോവിലി പറഞ്ഞ് നിങ്ങളെ ഉറക്കുന്നത്. ഇത്രയും മനസ്സിലാക്കുക, കർത്താവിന് പൈസയുടെ ആവശ്യമില്ല. കർത്താവ് നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ, കർത്താവ് ആഗ്രഹിക്കുന്ന അവൻ്റെ ദാസന്മാർ, അവൻ്റെ മക്കൾ നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ, എല്ലാവരും അവൻ്റെ മക്കളാണ്. അവന് ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ല. എല്ലാവരും അവിടുത്തെ മക്കളാണ്. അങ്ങനെ അവിടുത്തെ മക്കൾ ആവശ്യത്തോടെ നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ അത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ, ചെയ്തു കൊടുക്കുമ്പോഴാണ് അവന് ശരിയായിട്ടുള്ള കാണിക്ക കിട്ടുന്നത്. കാണിക്ക കിട്ടുന്നത് എപ്പോഴാണ്? അതവന് ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെയുള്ള കാണിക്കകളൊക്കെ വ്യർത്ഥമെന്നേ ഞാൻ പറയുകയുള്ളൂ. അത് മറ്റൊരു തലമ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ചിന്ത, ഈ സത്രം എന്നത് നമ്മുടെ മനസ്സാണ്. ഒരു ലോഡ്ജിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. അന്നത്തെ സത്രം, ഇന്നത്തെ ലോഡ്ജ്, ഒരു 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ഓയോ റൂം എന്നൊക്കെ വെച്ചോ. അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? അകത്ത് പോയാൽ വ്യഭിചാരിണികളുണ്ട്, കൊലപാതകം നടത്തിയിട്ട് ഒളിച്ചു വന്ന് പാർക്കുന്നവരുണ്ട്, റൂം എടുത്ത് മദ്യപിക്കാൻ വേണ്ടി കടന്നു വന്നവരുണ്ട്, അധികാരികളുണ്ട്. പല തരത്തിലുള്ള ആൾക്കാർ എവിടെയുണ്ട്? ഒരു ലോഡ്ജിനകത്ത് ഉണ്ടായിരിക്കും. അന്ന് കർത്താവായ യേശു ക്രിസ്തു പുറത്ത് നിൽക്കുമ്പോൾ ഈ സത്രത്തിനകത്ത് ഇതുപോലുള്ള അനേകം ആൾക്കാരുണ്ട്. മ്ലേച്ഛതകൾ അനേകം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ രക്ഷ പുറത്താ. എന്താ പുറത്ത്? രക്ഷ പുറത്താണ്. നാം നമ്മുടെ മനസ്സുമായി ഈ സത്രത്തെ ഒന്ന് സങ്കല്പിക്കുക. നമ്മുടെ മനസ്സുമായിട്ട് ഈ സത്രത്തെ സങ്കല്പിക്കുക. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ആസക്തികളുണ്ട്, ആർത്തികളുണ്ട്, തൃഷ്ണകളുണ്ട്, അടക്കാനാകാത്ത അധമ വികാരങ്ങളുണ്ട്, നാം ചെയ്യാൻ പാടില്ലാത്ത അനേക പ്രവൃത്തികളോടുള്ള ഭ്രമം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെല്ലാം നാം താലോലിക്കും. ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ കൂട്ടിവെക്കും. എവിടെയെങ്കിലുമൊക്കെ വച്ച് അരുതാതെ താലോലിക്കുന്ന ഈ പാമ്പിൻ്റെ മുട്ടകളെ നാം വിരിയിക്കും. ആ പാമ്പിൻ കുഞ്ഞുങ്ങൾ തിന്മയായി വിരിഞ്ഞിറങ്ങുമ്പോൾ നാം അതിൽ സന്തോഷിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇപ്രകാരമുള്ള തിന്മകൾ ഉണ്ടായിരിക്കെ ഈ സമയം നിങ്ങളുടെ ഹൃദയമാകുന്ന സത്രത്തിൻ്റെ പുറത്ത് കർത്താവ് മുട്ടുന്നുണ്ട്. അവന് പിറക്കാൻ ഇടം കൊടുക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോഡ്ജ് പോലെ എല്ലാ തിന്മകളും നിങ്ങൾക്ക് തന്നെ അറിയാം. സ്വയം ഒന്ന് വിചിന്തനം ചെയ്യും. എൻ്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് അസൂയ, വെറുപ്പ്, കുശുമ്പ്, കുന്നായ്മ, പരദൂഷണം, ഇഹലോകപ്രകാരം ഉണ്ടാകാൻ പറ്റുന്ന ഈ എല്ലാവിധ തോന്നിവാസങ്ങളും എൻ്റെ ഹൃദയത്തിനകത്തുണ്ട് അല്ലേ? വിനയപ്പെടാനും വിധേയപ്പെടാനും കഴിയാത്ത മനസ്സ്, ഞാനാണ് വലുതെന്ന ചിന്ത, ഞാൻ മാത്രമാണ് ശരിയെന്ന ചിന്ത, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ കവാടത്തിൽ നിന്നാണ് കർത്താവ് മുട്ടുന്നത്. നിനക്കൊന്ന് തുറന്നു തരാൻ പറ്റുമോ? നിൻ്റെ ഹൃദയത്തിനകത്തെ മലിനതകളല്ല, നിൻ്റെ ഹൃദയത്തിനകത്തെ വെറുപ്പുകളല്ല, നിൻ്റെ ഹൃദയത്തിനകത്തെ പകകളല്ല ഞാൻ എടുത്തു കളയാം. തുറന്നു കൊടുക്കാൻ തയ്യാറാകുന്നൊരു മനസ്സായി, തുറന്നു കൊടുക്കാൻ തയ്യാറാകുന്നൊരു സത്രമായി നമ്മുടെ മനസ്സുകൾ
രൂപപ്പെടട്ടെ. സത്രത്തെക്കുറിച്ചുള്ള 2 ചിന്തകൾ. ഒന്ന്, ഏറ്റവും ചെറിയ ഒരുത്തിന് ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു. 2, സത്രം എന്നത് മനുഷ്യതകൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ മനസ്സാണ്. ഇതിനെ ഒന്ന് തുറന്നു കൊടുക്കാമെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. രണ്ടാമത് എന്നെ ചിന്തിപ്പിച്ചത്, രക്ഷകനെ സ്വീകരിക്കാൻ അവസരം കിട്ടിയത് കന്നുകാലികൾക്കാണ്. സത്രം തുറന്നു കൊടുത്തില്ല. ഇപ്പോൾ അവരെവിടെ പോയി? ഒരു കാലിത്തൊഴുത്തിലേക്ക് അവർ യാത്ര ചെയ്തു. അവിടെ പോയപ്പോൾ ഒരുപക്ഷെ ഈ കന്നുകാലികൾ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കണം. കന്നുകാലികൾക്ക് എന്തില്ല? മനുഷ്യനെ പോലെ ബുദ്ധിയില്ല, വിവേചിപ്പാനുള്ള കഴിവില്ല. എന്നിട്ടും അവർ സർവശക്തനെ തിരിച്ചറിഞ്ഞു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഈ കർത്താവ് എവിടെ വസിക്കുകയുള്ളൂ? പൂർണ്ണ മനസ്സോടെ തന്നെ സ്വീകരിക്കുന്നവരുടെ ഇടയിലേക്ക് അവൻ പോവുകയുള്ളൂ. ആഗ്രഹമില്ലാത്ത ആരുടെ ഇടയിലേക്ക് അവൻ തള്ളി കയറൂല. വീട്ടിൻ്റെ വെളിയിൽ നിൽക്കും. ആഗ്രഹിച്ചാൽ അവൻ അകത്തേക്ക് വരും. അപ്പോൾ ആ കാലിത്തൊഴുത്തിലേക്ക് മറിയം കാൽ വയ്ക്കണമെങ്കിൽ അവിടുത്തെ കാലികൾക്ക് അവനെ സ്വീകരിക്കാനൊരു മനസ്സും ആഗ്രഹവും ഉണ്ടായിരുന്നു, അല്ലേ? ഈ പ്രഭാതത്തിൽ പള്ളികൾ മുഴങ്ങുന്നൊരു പാട്ടുണ്ട്. മൃഗജാലങ്ങൾ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സമയം നീയും മൃഗത്തേക്കാൾ അധമനായി ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാ പാട്ട്, അല്ലേ? ഒറ്റ ചോദ്യം, നിങ്ങൾ എത്ര പേര് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും? എനിക്കും ആ ശീലമില്ലായിരുന്നു, ഈ അടുത്ത കാലത്ത് തുടങ്ങി. അതുകൊണ്ട് പ്രസംഗിക്കാം. നേരത്തെ യോഗ്യതയില്ലായിരുന്നു. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഇന്നലെ രാത്രി കിടന്ന എന്നെ ഹാർട്ട് അറ്റാക്ക് വരുത്താതെ ജീവനോടെ എഴുന്നേൽപ്പിച്ച ദൈവമേ നിനക്ക് നന്ദി. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കുകൾ സംഭവിക്കുന്നത് 3:30-ക്കും 6:30-ക്കും ഇടയ്ക്കുള്ള സമയത്താണ്. ഹൃദയം നിന്നു പോകുന്ന സമയം, രക്തം കട്ട പിടിക്കുന്ന സമയം. ഞാനും നിങ്ങളും എത്രയോ രാത്രികൾ ഈ 3:30 മുതൽ 6:30 വരെയുള്ള സമയം പാസ് ചെയ്തു പോയി. സംഹാരകൻ കടന്നു പോയപ്പോൾ മരണത്തിന് വിട്ടുകൊടുക്കാതെ പുതിയൊരു ദിവസം തന്ന ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാ എനിക്ക് നിങ്ങൾക്കും എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ അപ്പോഴും പാട്ടിങ്ങനെ പാടുന്നു, മൃഗത്തെക്കാൾ അധമനായി നീ ഉറങ്ങുകയാണോ എന്ന്. മനുഷ്യൻ പലപ്പോഴും മൃഗത്തെക്കാൾ അധമനായി മാറുന്നു. മൃഗങ്ങൾ ഭക്ഷണത്തിന് മാത്രമേ കൊല്ലാറുള്ളൂ. മനുഷ്യൻ തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് കൊല്ലുന്നത്. നമ്മളാരും ഭൗതികമായിട്ടൊന്നും ആരെയും കൊന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെയും എൻ്റെയും പേരിൽ ഒരുപാട് കൊലപാതക കുറ്റങ്ങൾ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. നാം കാരണം, നമ്മുടെ വാക്കുകൾ കാരണം, നമ്മുടെ പ്രവർത്തികൾ കാരണം എത്ര വ്യക്തിഹത്യകൾ, എത്ര ഹൃദയങ്ങൾ നുറിഞ്ഞിട്ടുണ്ട്, എത്ര വ്യക്തികൾ അവരുടെ വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എത്ര ഹൃദയങ്ങൾ കീറി മുറിഞ്ഞിട്ടുണ്ട്. മരണത്തെക്കാൾ ഭയാനകമായ വേദന. കൊല്ലാതെ വാക്കുകൊണ്ട് കൊല്ലുന്നവരാണ് നാം. ചിലരൊക്കെ പറയില്ലേ, കൊല്ലണമെങ്കിൽ നീ ഒറ്റ അടിക്കാൻ കൊല്ലടാ, ഇങ്ങനെ എന്തിനാണ്? കൊല്ലാതെ കൊല്ലുന്നവരാണ് നാം. പ്രിയമുള്ളവരെ, ഈ മൃഗജാലങ്ങളെക്കാൾ, മൃഗം ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുമ്പോൾ, ഏതെങ്കിലും ഒരു മൃഗം അനാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തിന് ചീത്ത പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർക്ക് ദൈവത്തെ പ്രൈസ് ചെയ്യാൻ മാത്രമേ അറിയാവൂ. എല്ലാവർക്കും ഒരു കോമൺ സൗണ്ട് ഉണ്ട്, അതൊരു പ്രൈസിങ് സൗണ്ടാണ്. സൃഷ്ടാവ് സൃഷ്ടിയിൽ കൊടുത്ത ശബ്ദം. സൃഷ്ടി എപ്പോഴും മൃഗങ്ങളും സസ്യങ്ങളും സകലതും സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് മാത്രം എന്തില്ല? ആ സ്തുതിയുമില്ല, സ്തോത്രവുമില്ല, ആരാധനയുമില്ല. ഇവിടെ ഈ കാലികൾ കർത്താവിനെ സ്വീകരിക്കാൻ എന്തായി? തയ്യാറായി. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് രക്ഷകൻ വന്ന് പിറന്നു. മൂന്നാമത്, രക്ഷകനെ സ്വീകരിക്കാൻ ഇവിടെ ശ്രദ്ധിച്ചല്ല, അവർക്ക് ബുദ്ധിയില്ല, വിവേകമില്ല. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ ബുദ്ധിയും വിവേകവുമില്ലാത്ത മൃഗങ്ങൾ ലോകരക്ഷകനെ സ്വീകരിച്ചു. അപ്പം നമ്മളെക്കാൾ ഭേദമാണ് ബുദ്ധിയും വിവേകവും ഇല്ലാത്ത മൃഗങ്ങൾ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്, ഈ രക്ഷകനെ സ്വീകരിക്കാൻ അവസരം കിട്ടിയത് ആട്ടിടയന്മാരാണ്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ ആട്ടിടയന്മാർക്ക് സ്വർഗീയ ദൂതൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് കാണാൻ കഴിയും. പ്രിയമുള്ളവർ, ആരാ ഇടയന്മാർ? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പോലെയല്ല. അന്നത്തെ ഇടയന്മാർക്ക് ആകെയുള്ളത് കാടറിയാം, അവർക്ക് തൊഴുത്തറിയാം, അവർക്ക് മൃഗങ്ങളെ അറിയാം. അവർക്ക് പൊതുലോകവുമായി ഒരു സാമൂഹിക ബന്ധം അവർക്കില്ല. അവർക്ക് വിദ്യാഭ്യാസമില്ല. അവർക്കൊരു പൊതുസമൂഹത്തെക്കുറിച്ച്
ഒന്നും അറിഞ്ഞുകൂടാ. അവരുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗം സമയവും ഭൂരിഭാഗ സമയവും അവർ ജീവിക്കുന്നത് മൃഗങ്ങൾക്കൊപ്പമാണ്, അവർ ജീവിക്കുന്നത് കാട്ടിലാണ്. അങ്ങനെയുള്ള ദൂതന്മാർക്ക്, അങ്ങനെയുള്ള ആട്ടിടയന്മാർക്കാണ് ദൂതൻ്റെ വെളിപാടിൻ്റെ ശബ്ദമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ വളരെ മാന്യന്മാരായിട്ട് വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇൻഷർട്ടൊക്കെ ചെയ്ത് പള്ളിയിൽ വന്നിരിക്കും. ഞാൻ മാന്യനാണ്, ഞാൻ ഡീസൻ്റാണ്, ഞാൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിൻ്റെ വിളി ഉണ്ടാകുന്നത് ചില കൊട്ടേഷൻ സംഘത്തിലും ചില തീവ്രവാദ ഗ്രൂപ്പുകളിലൊക്കെയാണ്, ചില വ്യഭിചാരശാലകളിലാണ്, ചില ബാറുകളിലാണ്, ചില മദ്യപന്മാരുടെ കൂട്ടത്തിലാണ്, അവിടെ നിന്ന ചില ചേരികളിലാണ്, ദൈവത്തെ അറിയാതെ നിന്ദിച്ച ചില ചേരികളിലാണ്, അവിടെ നിന്ന നമ്മെക്കാൾ വീര്യമുള്ള ദൈവദാസന്മാരെ, നമ്മെക്കാൾ ശക്തന്മാരായ ദൈവദാസന്മാരെ ദൈവം ഉയർത്തുന്നത്. നമ്മളിപ്പോൾ വരും, ഇപ്പം വിളിക്കുമെന്ന് കാത്തിരിക്കും. നമ്മൾ മാന്യന്മാരെന്ന് നടിക്കുന്നിടത്തോളം കാലം, ഞാനാണ് ബുദ്ധിശാലി എന്ന് ധരിക്കുന്നിടത്തോളം കാലം, ഞാൻ അറിയുന്ന അറിവുകൾ മാത്രമാണ് ശരി എന്ന് ധരിക്കുന്നിടത്തോളം കാലം, ഞാൻ പറയുന്നത് മാത്രമേ നടക്കാവൂ എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഈ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയുകയില്ല. ഒരിക്കലും ഈ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ശരികൾ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഈ ആട്ടിടയന്മാർക്ക് ബുദ്ധിയില്ലാന്നേ, അറിവില്ലാന്നേ, ജ്ഞാനമില്ലെന്നേ. എന്ത് രക്ഷകൻ, എന്ത് മെശിഹ അവർ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു മെശിഹായെ പറ്റിയ ദൂതൻ അവരോട് പറയുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട്, നിങ്ങളുടെ സമാധാനത്തിനായിട്ട്, നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞ വർത്തമാനം നിങ്ങൾക്കറിയാമോ? കീറ്റു ക്ഷീരയിൽ പൊതിഞ്ഞ് അവനെ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നു. നമ്മളാണെങ്കിൽ തിരിച്ചെന്ത് ചോദിക്കും? സ്വന്തമായിട്ട് പിറക്കാൻ ഒരു വീടില്ല, പൊതിയാൻ നല്ലൊരു തുണിയില്ല, എന്നിട്ടാണോ എന്നെ രക്ഷിക്കുന്നത്? അങ്ങനെയല്ലേ ചില ആൾക്കാരെ പറ്റി ചോദിക്കും. ചിലർ കഷണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അയാളെ കഷണ്ടി പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റിയില്ല, പിന്നെയാണ് എൻ്റെ കഷണ്ടി. ചില മുടന്തന്മാരായ ശുശ്രൂഷകന്മാർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അയാളെ കാല് നോക്കാൻ പറ്റില്ല, പിന്നെയാണോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പ്രിയമുള്ളവരെ, പൈപ്പിനെയല്ല നോക്കേണ്ടേ, പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ടാങ്കിനെയാണ് നോക്കേണ്ടത്. പൈപ്പ് ഇത്തിരി മോശമായിരിക്കാം, പക്ഷെ അതിലൂടെ വരുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിഞ്ഞാൽ മതി. അതിലൂടെ വരുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, നാം ഇങ്ങനെ വ്യക്തിയെ നോക്കിയിട്ട് ദൈവത്തെ അളക്കും, വ്യക്തിയെ നോക്കി പ്രവചനത്തെ തുച്ഛീകരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, ദൈവം ഇങ്ങനെ പ്രവർത്തിക്കൂ, ഇങ്ങനെ പ്രവർത്തിക്കാൻ ദൈവം പാടുള്ളൂ. നമ്മുടെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിരിക്കുക, ദൈവം പ്രവർത്തിച്ചാൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പാടുള്ളൂ, അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല, ഇങ്ങനെ ആരാധിക്കാൻ പാടില്ല, അങ്ങനെ ആരാധിക്കാൻ പാടില്ല, ഇങ്ങനെ ദൈവസന്നിധി ഇരിക്കാൻ പാടില്ല, അങ്ങനെ ഇരിക്കാൻ പാടില്ല. ദൈവം പറയുന്നത് പോലെ ദൈവത്തെ ആരാധിക്കണം, ദൈവശബ്ദം നാം കേൾക്കണം. കാരണം ഇങ്ങനെ യഹൂദന്മാർ ശാഠ്യം പിടിച്ചത് കൊണ്ടാണ് യഹൂദന്മാർക്ക് ആരെ സ്വീകരിക്കാൻ പറ്റാത്തത്? യേശുവിനെ സ്വീകരിക്കാൻ പറ്റാത്തത്. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ആചാരമുണ്ട്, ഞങ്ങൾക്കൊരു അനുഷ്ഠാനമുണ്ട്, ഞങ്ങൾക്കൊരു ജീവിതക്രമമുണ്ട്, ഇതേ പറ്റൂ. എന്നാ വെച്ചോ, കൊണ്ടിരുന്നോ. അവൻ ഇന്നും യഹൂദനായിട്ട് തന്നെ തുടരുകയാണ്. അവനെ രക്ഷ പ്രാപിക്കാൻ പറ്റിയില്ല. ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവൻ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഈ ലോകത്തിലെ ഇന്ന ക്രിസ്ത്യാനിക്ക് മാത്രം രക്ഷ എന്ന് വചനം ഒരിടത്തും പറഞ്ഞിട്ടില്ല. സകല ജാതികൾക്കും രക്ഷ എന്നാണ് പറയുന്നത്. പക്ഷേ രക്ഷ നിഷേധിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആരെന്നറിയാമോ? ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവന് രക്ഷയില്ല എന്ന് വേദപുസ്തകത്തിൽ ലേഖനങ്ങൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ക്രിസ്തു ന്യായപ്രമാണത്തെ പുനരുദ്ധരിക്കുകയാണ്. ക്രിസ്തുവിലുള്ളവനെ രക്ഷയുള്ളൂ. ഏതിലുള്ളവനില്ല? ക്രിസ്തുവിലുള്ളവനെ രക്ഷയുള്ളൂ. ന്യായപ്രമാണത്തിനൊരു രക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് പിറക്കില്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഞാൻ മാത്രമാണ് ശരി, ഇങ്ങനെ സംഭവിക്കാവുന്നൊക്കെ വാശി പിടിക്കുമ്പോൾ നമ്മൾ ഈ യഹൂദനെ പോലെയാ, ആ ആട്ടിടയനെ പോലെ സ്വയം ശൂന്യനായി, ബുദ്ധിയെ ശൂന്യമാക്കി, സ്വയം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. ഈ ആരാധനാലയത്തിലെ മൗനത്തിനൊക്കെ കാരണം എന്തെന്നറിയാമോ? നമ്മുടെ വിചാരം ഇവിടെ വന്നിട്ട് ഇങ്ങനെ അറ്റൻഷൻ അടിച്ചിരുന്നിട്ട് പോയാൽ മതി, ദൈവം വീട്ടിൽ കൂടെ വരുമെന്നാ. വരുന്നുണ്ടോ? നമ്മുടെ വിചാരം ഇങ്ങനെ പള്ളിയിൽ വന്നിട്ട് സുവിശേഷത്തെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എൻ്റെ വീട്ടിൽ അനുഗ്രഹം വരുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ എത്ര കോരിയാലും നിങ്ങൾ നിവർത്താത്തെടുത്തോളം നിറയൂല. ഇന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശക്തമായിട്ട് പറഞ്ഞു, ആരെയോ ഒരാളെ ദൈവം തൊടുന്നുണ്ട്, ആരെയോ ഒരാളെ ദൈവം ആകർഷിക്കുന്നുണ്ട്. ആര്? പ്രാർത്ഥിരേ. എനിക്ക് ഉറപ്പുണ്ട്, അതാരായാലും ആ വ്യക്തിയുടെ ഉള്ളിലും ദൈവം സംസാരിച്ചു. അത് ഞാനാണ്, അതെൻ്റെ ജീവിതമാണ്. മിണ്ടിയില്ല, എനിക്ക് മിണ്ടാൻ പറ്റില്ല. എന്ത് സംഭവിച്ചു? രക്ഷ നഷ്ടപ്പെട്ടു പോയി.
ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ അറിവുകൾ കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കർത്താവിനെ കാണാൻ പറ്റുകയില്ല. കാരണം ഈ ലോകത്തിൻ്റെ അറിവും ബുദ്ധിയും ഒന്നും അല്ലാന്ന് തെളിയിക്കപ്പെടുന്നൊരു കാലം വരും. ആ കാലത്തിൻ്റെ ഒരു തെളിവ് കൂടെയായിരുന്നു ഈ ആട്ടിടയന്മാർ. അവർ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ അല്ല ദൈവത്തെ ആരാധിച്ചത്. അവർ ബുദ്ധി കൊണ്ടാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും ഈ ദർശനം കണ്ടിട്ട് അവർ പോകില്ലായിരുന്നു. അവർ അറിവ് വെച്ചിട്ടാണെങ്കിൽ ഒരിക്കലും കാലിത്തൊഴുത്തിൽ കീറിയ തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന മെശിഹ അവൻ രക്ഷകനാണെന്ന് വിശ്വസിക്കില്ലായിരുന്നു. അവർക്കൊരിക്കലും ആ കാലിത്തൊഴുത്ത് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. നാറ്റം വമിക്കുന്ന അവർ അവിടെ പോയിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇത്രയും നാറ്റം വമിക്കുന്ന പുൽക്കൂട്ടിലോ രക്ഷകൻ എന്ന് ചോദിച്ച് അവരെന്ത് ചെയ്യുമായിരുന്നു? അപമാനിച്ച് മടങ്ങിപ്പോകുമായിരുന്നു. ഏറ്റവും താഴ്ന്നവരിൽ, ഏറ്റവും താഴ്ന്ന ഇടങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. നാലാമത്തെ ആള് ഹെറോദേസാണ്. നാലാമത്തെ ആള് ആരാണ്? ഹെറോദേസ്. ഈ വിദ്വാൻമാർ, ഈ ആട്ടിടയരല്ലാതെ വേറെയും ചിലർ വന്നു. വിദ്വാൻമാർ, ശാസ്ത്രികൾ, ജ്ഞാനികൾ വരുമ്പോൾ ഹെറോദേസിന് ക്രിസ്തു ജനിച്ചു എന്നൊരു അറിവ് കിട്ടി. വ്യക്തമായി മനസ്സിലാക്കുന്നവൻ ഹെറോദേസാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവൻ ഹെറോദേസാണ്. ഹെറോദേസ് ഇത് മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്തത്? യേശുവിനെ കൊല്ലാൻ വേണ്ടി ആ പ്രദേശത്തിലെ സകലരെയും കൊല്ലാൻ കൽപ്പിച്ചു. ഹെറോദേസിനെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. ആരെ കൂടെ? ഹെറോദേസിനെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയാ കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. നമ്മളും ചില ഹെറോദേസുകളുണ്ട്. രക്ഷിക്കാൻ വന്നവനെ കൊല്ലാൻ ആരാഗ്രഹിച്ചു? ഹെറോദേസ് ആഗ്രഹിച്ചു. രക്ഷിക്കാൻ വന്നവനെ കൊല്ലാൻ വേണ്ടി ഹെറോദേസ് ചിന്തിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇന്ന് രക്ഷകനെ കൊന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ എത്ര ഡിനോമിനേഷനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റും, ഇന്ന് കേരളത്തിലുള്ള എല്ലാ ഡിനോമിനേഷനും കർത്താവിനെ സ്വീകരിക്കുന്നതിന് പകരം കൊന്നുകൊണ്ടിരിക്കുകയാണ്. കരോളുകളിൽ കർത്താവില്ല, പാപ്പായേ ഉള്ളൂ. ഇപ്പം പാപ്പായ്ക്ക് ബൈബിളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ഒരു പശ്ചാത്തലം? ഇപ്പൊ DJ ആയി, ബ്രാക്ക് ഡാൻസ് ആയി, ഡിസ്കോ ആയി. 2 ദിവസം മുമ്പ് ഒരു പള്ളിയിൽ, കഴിഞ്ഞ വർഷം ഞാൻ ഇരുന്ന ഇടവകയിൽ കരോളിന് കൊടുത്തത് റമ്മ് കലർത്തിയ വൈൻ. കരോളിന് കൊടുത്തത് അച്ഛൻ കുടിച്ചിട്ട് അച്ഛൻ അങ്ങ് വിയർക്കുക, നിൽക്കാനൊന്നും പറ്റില്ല, തലയൊക്കെ പെരുത്ത് കറങ്ങിപ്പോയ സത്യം. റമ്മ് കലർത്തിയ വൈനും കേൾക്കും. പിറ്റേ ദിവസം ഞാനും അച്ഛനും കൂടെ പോയിട്ട് ആ വീട്ടിൽ സ്നേഹത്തോടെ പറഞ്ഞു, ഈ പരിപാടി നിർത്തണം, ഇത് ശാപമാണ്, തലമുറകളെ വഴിതെറ്റിക്കരുത്. തൊട്ട് 2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് പൊതുവായ ആരാധനയെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഓർമ്മിപ്പിച്ചു, ഇത് നമുക്കുള്ളതല്ല, ഇത് വേണ്ടാത്തതാണ്, ഒഴിവാക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചയും കരോളിന് റമ്മ് കലർത്തിയ വീഞ്ഞ് തന്നെ കൊടുത്തു. ആ കുടുംബത്തിൽ നിന്നൊരു മുള ഉയരുമോ? കർത്താവിനറിയാം ഇവിടെ നിന്നൊരു വിത്ത് മുളച്ച കളയെ പറിച്ച് കളയാൻ അറിവുള്ളവനാണ് ദൈവം. അവൻ അറിയപ്പെടുന്നൊരു CA-കാരനാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ജീവിതത്തിൽ സമാധാനമില്ല. 2 കെട്ടി, 2ാമത്തവളും കളഞ്ഞിട്ട് വീട്ടിൽ പോയിക്കുക. അവനിനി ഏത് സത്രത്തിൽ ഒതുങ്ങിയാലും അവന് സ്വസ്ഥത കണ്ടെത്താൻ കഴിയില്ല. കാരണം പ്രവൃത്തി ഇതാ. അച്ഛനെ കുടിപ്പിക്കാൻ നോക്കുക. അബദ്ധത്തിനെങ്ങാനും പോലീസ് വഴിയിൽ വെച്ച് ഊതിപ്പിച്ചാലോ? അച്ഛനും അകത്ത്, കരോൾ സംഘത്തിലുള്ളവരും അകത്ത്. എന്ത് ഗതികേടാണെന്ന് നോക്കണം. ഇത്തരം അധമമായ അവസ്ഥകൾ, മദ്യം വിളമ്പിയാലേ ക്രിസ്മസ് പൂർണ്ണമാകൂ എന്ന് ചിന്തിക്കുന്ന അധമമായ ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്രിസ്മസുകളിലൊന്നും കർത്താവില്ല. കർത്താവിനെ ഒഴിവാക്കി, കർത്താവിനെ കൊന്നുകൊണ്ടിരിക്കുക നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളും പ്രവർത്തികളും ഒക്കെ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അഭിവന്യ തിരുമേനി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. എന്താ? ഈ മുഖം മൂടി വെച്ചുള്ള കരോൾ പരിപാടി നീ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സർക്കുലറായിരുന്നു. മുഖം മൂടി വെച്ചുള്ള പരിപാടി വേണ്ട ആയിരുന്നു. അപ്പോൾ മുഖം മൂടി വെച്ചുള്ള പരിപാടി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പള്ളിയിൽ അച്ഛന്മാരൊക്കെ 3 വർഷം മുൻപല്ല കേട്ടോ, ഞാൻ ശുശ്രൂഷയിലേക്ക് വരും മുമ്പാണ്. അപ്പോൾ എൻ്റെ മാതൃടവകയിലാണ്. അപ്പോൾ ഈ മുഖം മൂടിയും വെച്ചുകൊണ്ട് എൻ്റെ മാതൃടവകയിൽ കരോളിന് വേണ്ടി ഒരു 4-5 പയ്യന്മാർ വന്നു. അച്ഛൻ പറഞ്ഞു പരിപാടി വേണ്ട. അച്ഛൻ കർക്കശമായി ശാസിച്ചു. വളരെ പാവപ്പെട്ട അച്ഛൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അപ്പനും അമ്മയ്ക്കും പിന്നെ പൂർവ്വപിതാക്കൾക്ക് കേട്ടുള്ള അഭിഷേകമായി. എല്ലാം കഴിഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, എടാ ഞാൻ തരുന്ന പൈസ കൊണ്ടാണ് നീ ചോറ് ഇരുന്നേ. അച്ഛൻ്റെ കൊച്ചുമോനാകാനുള്ള പ്രായം പറഞ്ഞവനില്ല. ഞാൻ തരുന്ന പൈസ കൊണ്ടാടാ നീ ചോറ് തിന്നുന്നേ. ഇതൊക്കെയാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. നമ്മൾ കർത്താവിനെ സ്വീകരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ട് കുറേ കാലം കഴിയുമ്പം യേശുവോ? ഏത് യേശു എന്ന് ചോദിക്കും. ക്രിസ്മസിന് പാപ്പാമാരെ കൊണ്ട് ഇങ്ങനെ നിരത്തിയിരിക്കും പള്ളികളിൽ. ഇപ്പം എല്ലാ പള്ളികളും അങ്ങനെയാണ്. മിക്ക പള്ളികളിലും പാപ്പയായിട്ട് ആൾക്കാർ പള്ളിക്കകത്ത് കയറുന്നത്. നമുക്കൊരു നിയമമുണ്ട്,
തലയിൽ തൊപ്പി വെച്ചിട്ട് പുരുഷൻ ദേവാലയത്തിൽ കയറരുത്. ഇന്ന് നിങ്ങൾ ലൈവ് തുപ്പി നോക്കി പല പള്ളികളിലും മൂടുപടം ഇട്ടുന്ന പുരുഷന്മാരാ. തലയ്ക്ക് തൊപ്പി വെച്ചിട്ടാ പല പുരുഷന്മാരും ആരാധിക്കാൻ കയറിയിരിക്കുന്നത്. പല കൊയറുകൾ തലയിൽ തൊപ്പി വെച്ചോണ്ടാ പുരുഷന്മാര് പാട്ട് പാടുന്നത്. മൂടുപടം ധരിക്കുന്ന പുരുഷൻ ആരെ അപമാനിക്കുന്നു? തൻ്റെ തലയായ ക്രിസ്തുവിനെ അപമാനിക്കുന്നു. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, മൂടുപടം ധരിക്കുന്ന പുരുഷൻ തൻ്റെ തലയായ ക്രിസ്തുവിനെ അപമാനിക്കുന്നു. ഇതൊന്നും പഠിപ്പിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. നമ്മൾ അറിയാതെ തന്നെ ഈ ഹെറോദേസിനെ പോലെ നമ്മുടെ ഉള്ളിൽ രക്ഷകനായി പിറന്ന ക്രിസ്തുവിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ചാമത്തെ കൂട്ടർ ആ ജ്യോതിശാസ്ത്രജ്ഞരായ വിദ്വാൻമാരാണ്. പരിശുദ്ധനെ അറിയുവാൻ പരിജ്ഞാനം ലഭിച്ചവർ. ഇവരെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ജ്ഞാനികളെന്നാണ്. ഇവരെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ജ്ഞാനികൾ. എന്താ ജ്ഞാനം? പരിശുദ്ധനെ അറിയാൻ കഴിയുന്നതാണ് ജ്ഞാനം. ശരിയെ കണ്ടെത്താൻ കഴിയുന്നതാണ് ജ്ഞാനം. വെളിച്ചത്തെ അറിയാൻ കഴിയുന്നതാണ് ജ്ഞാനം. നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ അവൻ ജ്ഞാനക്കണ്ണ് തുറന്നവൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ജ്ഞാനക്കണ്ണ് തുറന്നവൻ, അവനൊരു ജ്ഞാനി. ദൈവത്തെ അറിഞ്ഞാൽ എന്താ? സർവവും സമ്പൂർണമാണ്. ദൈവത്തെ അറിഞ്ഞാൽ സർവവും സമ്പൂർണമാണ്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞവൻ ഒരിടത്തും വീണു പോകുകയില്ല. അവനൊന്നിനും ഒരു പരാജയം എന്നൊരു സംഗതി ഇല്ല. ഇവിടെ ഈ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രത്യേകിച്ച് അരുളപ്പാടൊന്നും ഉണ്ടായില്ല. ആട്ടിടയന്മാർക്ക് എന്തുണ്ടായി? ദൂതൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ ജ്ഞാനികൾക്ക് വല്ല അരുളപ്പാടുണ്ടായോ? ഇനി ഈ ജ്ഞാനികളെ പറ്റി ചരിത്രം പറയുന്നത് ഇവർ പുറംജാതിയിൽപ്പെട്ട ഇതര മതത്തിൽപ്പെട്ട വ്യക്തികളായിരുന്നു. എന്താ പറയുന്നത്? ഇവർ പുറംജാതിയിൽപ്പെട്ട കിഴക്ക് ദേശത്തുള്ള മറ്റു മതങ്ങളിൽപ്പെട്ട രാജാക്കന്മാരെന്ന് പറയുന്നവരുണ്ട്, ജ്യോതിശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നവരുണ്ട്. അന്ന് യെരൂശലേമിൽ ഒരുപാട് മഹാപുരോഹിതന്മാർ, തോറ അനുസരിക്കുന്ന, ന്യായപ്രമാണം അനുസരിക്കുന്ന, യഹോവയെ ആരാധിക്കുന്ന ഒരുപാട് മിടുക്കന്മാരുണ്ട്. ഈ മിടുക്കന്മാർക്കൊന്നും രക്ഷകനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അതിൻ്റെ സത്യം എന്താ? പല ക്രിസ്ത്യാനികളും രക്ഷകനെ കണ്ടെത്താൻ കഴിയാതെ പരാജയപ്പെട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈ ശബ്ദം പുറത്ത് സൗണ്ട് സിസ്റ്റം 6000-7000 രൂപ കൊടുത്ത് വെച്ചതുകൊണ്ട് പ്രയോജനമുണ്ട്. ഒരാളെങ്കിലും ഈ ശബ്ദം കേട്ടിട്ട് കർത്താവിനെ സ്വീകരിക്കും. ഉറപ്പാണ്. നിങ്ങൾ സ്വീകരിച്ചോ ഇല്ലയോ ഒരു കുഴപ്പമില്ല, പക്ഷെ സ്വീകരിക്കുന്ന ഒരാളെങ്കിലും ഇതിന് പുറത്തുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ പുറംജാതിയിൽപ്പെട്ട അന്നൊരു ജാതി സിസ്റ്റം ഉണ്ട്, കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, അന്നൊരു മതമുണ്ട്, റിലീജിയസ് സിസ്റ്റം ഉണ്ട്. മറ്റൊരു മതത്തിൽപ്പെട്ട ഈ ജ്ഞാനികൾ അവരൊരു നക്ഷത്രം കണ്ടിട്ട് അതിൻ്റെ പുറകെ യാത്ര ചെയ്യുകയാണ്. വളരെ ദൂരം യാത്ര ചെയ്തു. തങ്ങൾക്കുണ്ടായിരുന്നതൊക്കെ വിറ്റു. വളരെയധികം സമ്പാദ്യം ആ യാത്രയ്ക്ക് വേണ്ടി അവർ സ്വരൂപിച്ചു. എന്നിട്ട് തങ്ങൾ കാണാൻ പോകുന്ന ആ രാജാവിന് സമർപ്പിക്കാൻ വേണ്ടി പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ അവർ സമ്പാദിച്ചു. ഇവർ യാത്ര ചെയ്തെത്തുന്നത് ഈ ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ വന്നിട്ട് ചോദിക്കുകയാ, ഇവിടെ ഒരു ലോകരക്ഷകൻ പിറന്നിട്ടുണ്ടോ? ഇവിടെ ഒരു മെശിഹ പിറന്നിട്ടുണ്ടോ? അപ്പോൾ ഹെറോസ് തന്ത്രപൂർവ്വം പറഞ്ഞു, നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എൻ്റെ അടുത്ത് കൂടെ വന്ന് പറയണം. അവിടെ പിറന്നില്ല എന്ന് മനസ്സിലായി. പിന്നെയും അവർ ആ നക്ഷത്രത്തെ ലക്ഷ്യമാക്കി യാത്രയായി. ഒരു നക്ഷത്രം സ്പെഷ്യലായിട്ട് അന്ന് ആകാശത്ത് പിറവിയെടുക്കുകയാണ്. നമുക്ക് വേണ്ടി പിറന്ന ആ ദിവ്യതാരകം ക്രിസ്തുവാണ്. ആ ദിവ്യതാരകത്തെ ലക്ഷ്യമാക്കി അവരെത്തിയത് പുൽത്തൊട്ടിയിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്രിസ്തുവിനെ നോക്കി മുൻപോട്ട് യാത്ര ചെയ്താൽ നിങ്ങൾ എത്തിപ്പെടേണ്ടത് എളിമയെന്ന ഒറ്റ വാക്കിലാണ്. എവിടെയാ? നിങ്ങൾ ശരിയായ വഴിക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എത്തിപ്പെടുന്നത് എളിമയിലേക്കാണ്. ഇന്ന് പല വിശ്വാസികളും ദൈവസ്നേഹം സ്വീകരിച്ച് എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ, ഉറങ്ങാം, ബിരിയാണി കഴിക്കാം, എല്ലാ പരിപാടിയുണ്ട്, അടിപൊളിയാക്കാം, ക്രിസ്മസ് ട്രീ ഉണ്ട്, കുറച്ച് നേരം. അപ്പോൾ പലരും ഈ ദൈവവചനം കേട്ടിട്ടും ദൈവ ശബ്ദം കേട്ടിട്ടും യാത്ര ചെയ്ത് പോയി പെടുന്നത് എവിടെയാ? ഹെറോദേസിൻ്റെ കൊട്ടാരങ്ങളിലാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇച്ചിരി രാജകീയ പ്രൗഢി, അതുകൊണ്ടാണ് ഒരു മസിരി വിടാനൊരു മടി, അതുകൊണ്ടാണ് ഇച്ചിരി ശൗര്യം, ഇച്ചിരി ആവേശമൊക്കെ ഉള്ളത്. എളിമയില്ല. നമ്മളിപ്പോഴും എവിടെ നിൽക്കുക? ആ ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുക. ഹെറോദേസിനോട് ബൈ ബൈ പറഞ്ഞ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്കൊക്കെ ഈ സഭകളിൽ മസിരി പിടുത്തമുള്ള എന്തുകൊണ്ടെന്നറിയാമോ? മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? തമ്മിൽ സ്നേഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങളിപ്പോഴും നിൽക്കുന്നത് ഉറപ്പായിട്ടും ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലാ. പുൽക്കൂട്ടിലെത്താൻ നിങ്ങൾക്ക് പറ്റിയില്ല. ഹെറോദേസിനോട് ബൈ ബൈ പറയണം. ഇന്നത്തെ ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിരുന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ലളിതമായി, വളരെ സാവധാനത്തിൽ, അത്ര നല്ലതല്ലാത്തൊരു ശൈലിയിലാണ് ഞാൻ പ്രസംഗിച്ചത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിച്ചത്. ഇന്ന് ഹെറോദേസിനോട്
അഹങ്കാരത്തോട്, കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ അഹങ്കാരത്തോടും തന്നിഷ്ടത്തോടും ടാറ്റ പറയാൻ നിങ്ങൾ തയ്യാറാകണം. ടാറ്റ പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങണം. ഞാനല്ല ശരി, ശരി ദൈവമാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. എങ്ങനെ പറയണം? ഞാനല്ല ശരി, ശരി ദൈവമാണെന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് ആ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യും. നിങ്ങൾ എത്തിപ്പെടുന്നത് ഇപ്പോൾ ഒരു എളിമയുള്ള പുൽക്കൂട്ടിലേക്കാണ്. അവിടെ എത്തിയാൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു വചനം കിട്ടും. എന്താ? വന്ന വഴിയെ തിരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, വന്ന വഴി വളരെ മോശമാണ്, മ്ലേച്ഛത നിറഞ്ഞതാണ്. ആ വഴിയെ നിങ്ങളിനി ഒരിക്കലും തിരിച്ചു പോകരുത്. ഇത് പറയുന്നതിന് മുമ്പേ ഇവർ രാജാവിൻ്റെ മുൻപിൽ 3 വസ്തുക്കളാണ് വച്ചത്. 1 സ്വർണം, 2 മീറ, 3 കുന്തിരിക്കം. സ്വർണം എന്നത് ക്രിസ്തുവിൻ്റെ രാജകീയതയെയും അവൻ്റെ ദിവ്യ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. അവൻ രാജാവാണ്. ഈ സ്വർണം കൊണ്ടുള്ള കിരീടമാണ് രാജാവിന് അണിയിക്കുന്നത്. എന്നാൽ ജനിച്ചപ്പോഴേ അതിന് അവകാശം പ്രാപിച്ചവൻ ക്രിസ്തുവാണ്. അവൻ മാത്രമാണ് ഏക രാജാവ്, ഓൺലി വൺ കിങ്, ഒരേ ഒരു രാജാവ്. രണ്ടാമത്തത് മീറ എന്നത് രക്ഷയെ സൂചിപ്പിക്കുന്നു. ഈ മീറയ്ക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായൊരു ബന്ധമുണ്ട്. നിങ്ങൾ മരണസമയത്തെ ഭാഗമൊന്ന് വായിക്കുമ്പോൾ അവന് കൊടുത്തത് മീറ കലർത്തിയ വീഞ്ഞാണ്. അത് കുടിച്ച ശേഷമാണ് അവൻ പറയുന്നത് തൃപ്തിയായി, അല്ലേ? എല്ലാം നിവൃത്തിയായി എന്ന് പറയുന്നത് മീറ കലർത്തിയ വീഞ്ഞ് കുടിച്ച. അപ്പോൾ അതോടെയാണ് രക്ഷ എന്നത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ മീറ എന്നത് രക്ഷയെ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഓൺലി വൺ സേവിയർ, ഒരേ ഒരു രക്ഷകൻ യേശു മാത്രമാണ്. ഒരു പാസ്റ്ററിനെ രക്ഷിക്കാൻ പറ്റൂല, ഒരു ബിഷപ്പിനെ രക്ഷിക്കാൻ പറ്റൂല, ഒരു കർദിനാളിനെ രക്ഷിക്കാൻ പറ്റൂല, ഒരു മാർപ്പാപ്പയ്ക്ക് രക്ഷിക്കാൻ പറ്റൂല, ഒരു പുരോഹിതനെ രക്ഷിക്കാൻ പറ്റൂല. അതടുത്ത് പറയാം. യേശു മാത്രമാണ് രക്ഷകൻ. ഇനി എത്ര കർച്ചീഫ് കുടഞ്ഞാലും, എത്ര മുടന്തനെ ഓടിച്ചാലും, എത്ര റീബലബത്ത പറഞ്ഞാലും, സഹോദര സഹോദരി, നീയല്ല രക്ഷകൻ. രക്ഷകൻ കർത്താവാ. നീ രക്ഷകനെന്ന് എവിടെയെങ്കിലുമൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു ശിക്ഷ അവൻ ഒരുക്കുന്നുണ്ട്. ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. അവൻ്റെ അധികാരം എടുക്കാൻ നിനക്ക് അവകാശമില്ലെന്നേ. അവൻ്റെ അധികാരം എടുക്കാൻ നിനക്ക് അവകാശമില്ല. പല പാസ്റ്റർമാരും പറഞ്ഞ് ഞങ്ങളുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി, പിന്നെ നടക്കൂ. ഒരേ ഒരു രക്ഷകൻ യേശു കർത്താവ് മാത്രം. അവൻ മീറ കലർത്തിയ വീഞ്ഞു കുടിച്ച് നിവർത്തിയായി അവസാനം വരെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതാണ്. അവനെ പോലെ മറ്റാരുമില്ല. മൂന്നാമത്തെ വസ്തു കുന്തിരിക്കം. നമുക്കറിയാം, ദേവാലയങ്ങളിൽ കുന്തിരിക്കം ആരാധനയ്ക്ക് വേണ്ടി പുകയ്ക്കുന്ന വസ്തുവാണ്. അപ്പോൾ ഈ കുന്തിരിക്കം 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അത് ദേവാലയത്തിലെ പ്രാർത്ഥന, 2 പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു കുന്തിരിക്കം അത് കട്ടയായിരിക്കുമ്പോൾ അതിനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. പുകച്ചു കഴിയുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളത്, മറ്റൊരു രൂപത്തിലേക്ക് മാറുമ്പോഴാണ്. അപ്പോൾ ഈ കുന്തിരുക്കം 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. 1 പുനരുത്ഥാനം, 2 ആ ദേവാലയത്തിലെ പ്രാർത്ഥന. അതിനെ കുറച്ചുകൂടി ഷാർപ്പാക്കി പറഞ്ഞാൽ അത് പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. എന്താണ് കുന്തിരുക്കം? പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ആരും ഇന്നത്തെ ഒരു സഭാ ഡിനോമിനേഷനുകളും അംഗീകരിക്കാത്തൊരു സത്യം ഞാൻ പറയാം. ഒരേ ഒരു പുരോഹിതനേ ഉള്ളൂ. അത് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം അബ്രഹാമിന് അപ്പവും വീഞ്ഞും വിളമ്പി ചരിത്രത്തിൽ വേദപുസ്തകത്തിലെ ആദ്യത്തെ കുർബാന അർപ്പിച്ച കർത്താവായ യേശുക്രിസ്തു എന്ന പുരോഹിതൻ. അവൻ ക്രൂശിൽ വച്ച് പൗരോഹിത്യത്തിൻ്റെ തിരശ്ശീലെ നെടുകെ ചീന്തിക്കളഞ്ഞു. ഇപ്പോൾ അവൻ മാത്രമാണ് പുരോഹിതൻ. നിങ്ങളെല്ലാവരും, ഞാനും പുരോഹിത വർഗമാണ്. നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. മഹാപുരോഹിതൻ ആര് മാത്രമാണ്? കർത്താവ് മാത്രമാണ്. ആരെങ്കിലും ഞാനാണ് ശ്രേഷ്ഠനെന്ന് പേരെടുക്കുന്നുണ്ടെങ്കിൽ അവന് വീഴ്ച പറ്റിപ്പോയി. വെളിപാട് പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ വചനത്തിൽ വള്ളിയോ പുള്ളിയോ കൂട്ടുന്നവന് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ബാധകളും പിടിക്കുമെന്ന് പറയുന്നു. അത് മരണശേഷമോ മരണത്തിന് മുൻപോ ആവാം. വെളിപാട് പുസ്തകം നിങ്ങൾ അവസാനത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. വള്ളിയോ പുള്ളിയോ കൂട്ടിയാൽ ഇതിൽ സകല ബാധകളും പിടിക്കും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം പൗരോഹിത്യം കയ്യിലെടുക്കുന്നവർ അത് പെരുമാറാൻ. ഞാനതവിടെ നിർത്തട്ടെ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. തിരിച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിയുകയും അവരെ തന്നെ അവർക്കുണ്ടായിരുന്നതൊക്കെ കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കുകയാണ്. തിരിച്ചവർ ചെയ്ത കാര്യത്തിലേക്ക് ഒരിക്കൽ കൂടെ വരികയാണ്. വന്ന വഴിയെ തിരിച്ചു പോകരുത്. നിന്നെ ദൈവം രക്ഷയിലേക്ക് വിളിച്ചു കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വന്ന വഴിയും തിരിച്ചു പോകരുത്. എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. നിങ്ങളെന്നും കേൾക്കും പോലെ പ്രസംഗം കേട്ടു, മിച്ചറൊക്കെ കഴിച്ചിട്ട് പേപ്പർ നമ്മൾ ചുരുട്ടിക്കളയുമല്ലോ. നിങ്ങൾ ഇവിടുന്ന് പുറത്തറിയുമ്പോൾ ഇതാ ചുരുട്ടി ഹൃദയത്തിൻ്റെ കവാടങ്ങൾ വലിച്ചെറിയും.
പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഈ കിടക്കുന്ന ടൈൽസ് സംസാരിക്കും, ഈ കമ്പി കഷ്ണങ്ങൾ സംസാരിക്കും, ഈ മുകളിലെ ഈ സംഭവം ഉണ്ടല്ലോ ആസ്പെറ്റോസ് സംസാരിക്കും, ഈ തറയിലുള്ള സകലതും ഈ വചനത്തെ പ്രതി നിങ്ങളോട് സംസാരിക്കും. ഈ 5 പേരിൽ ആരാണ് ഞാൻ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ഈ 5 പേരിൽ ആരാണ് ഞാൻ? ഞാൻ ഹെറോദേസാണോ? ഞാൻ ജ്ഞാനിയാണോ? ഞാൻ യേശുവിനെ സ്വീകരിച്ച ആ പശുക്കിടാങ്ങളാണോ? അതോ സത്രമുടമയാണോ? ഒന്ന് സ്വയം വിചിന്തനേ. നിവൃത്തിയാക്കേണ്ട, രൂപപ്പെടുത്തേണ്ട, രൂപമാറ്റം വരുത്തേണ്ട ഇടങ്ങൾ രൂപമാറ്റം വരുത്തിയേ പറ്റൂ. നിങ്ങളിപ്പോഴും ശരിയെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നത്, അത് കർത്താവിനോട് ചോദിച്ചു നോക്കുക. ഞാൻ ഇത്രേ പറയും, ബൈബിൾ എന്ത് പറയുന്നെന്ന് നോക്ക്, അതനുസരിക്കുക. വന്ന വഴിയെ വിട്ട് പുതിയ വഴിയെ നടക്കാൻ ക്രിസ്തു വിളിക്കുന്നു. ഈ ക്രിസ്മസ് പുതിയ വഴിയെ നടന്നു പോകുന്നൊരു അനുഭവമാകട്ടെ. ഞാൻ എൻ്റെ ചിന്തകളെ പര്യവസാനിപ്പിക്കുകയാണ്. ചിന്തകളിൽ ഞാനിങ്ങനെ ഒന്നാമത്തെ കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് കർത്താവിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഏറ്റവും ചെറിയവർക്ക് നൽകുക. കർത്താവ് ഏത് രൂപത്തിൽ നിങ്ങളുടെ മുമ്പ് വരുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ മുമ്പ് നിൽക്കുന്നവരാരായാലും അവൻ അത് അർഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പ്രിയമുള്ളവരെ, കർത്താവിനെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, സർവ്വവും മറന്ന് ആരാധിക്കാൻ നമുക്ക് തയ്യാറാകട്ടെ. വന്ന വഴിയെ ഉപേക്ഷിച്ച് പുതിയ വഴിയെ നടക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ ഇടയാക്കണം. എല്ലാവർക്കും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, ലോകരക്ഷകൻ നമുക്ക് പകർന്നുന്ന രക്ഷ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.